കനറ ബാങ്കിന്റെ പുതിയ ATM കാർഡ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ATM കൗണ്ടർ വഴി ആക്ടിവേറ്റ് ചെയ്യാം, അതേപോലെ പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കനറ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് കൃത്യമായിട്ട് തന്നെ മെഷീനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമുക്കിവിടെ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ട ഒരു ഏരിയയിലോട്ട് എത്തും. പക്ഷേ ആ ഏരിയ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടില്ല. അതിന് താഴെയുള്ള ഗ്രീൻ പിന്ന് ഓർ ഫോർഗോട്ട് പിന്ന് എന്നുള്ള ഏരിയയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജിലായിട്ട് ഇവിടെ ജനറേറ്റ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജിലായിട്ട് അവർ പറയും നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അത് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള കറക്റ്റ് എന്നുള്ള ഏരിയയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു 4 അക്ക OTP നമ്പർ വരുന്നതായിരിക്കും. ആ വന്നിട്ടുള്ള OTP നമ്പർ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ പുതിയ ATM പിന്ന് സെറ്റ് ചെയ്യേണ്ട പേജിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ പേജിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു 4 അക്ക ATM പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓർമ്മയിലിരിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു 4 അക്ക പിന്ന് തന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ സെയിം പിൻ നമ്പർ നമ്മളൊരു തവണ കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിയുന്നതോടെ നമ്മുടെ പ്രോസസ്സ് ഏതാണ്ട് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.